ക്രിമിനലൈസേഷൻ ഇൻ പോളിറ്റിക്സ്, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ക്രിമിനലുകൾ കടന്നു വരുന്നതും രാഷ്ട്രീയ നേതാക്കൾ ക്രിമിനൽ സ്വഭാവം കാട്ടുന്നതും അഴിമതി കാട്ടുന്നതും അപലപനീയമാണ്, സംശയമൊന്നുമില്ല. ഇതെങ്ങനെ നേരിടും? അഴിമതി എൻഡമിക്കായി മാറുകയാണ്. സിസ്റ്റത്തിനുള്ളിൽ രൂഢമൂലമായ ഒരു അഴിമതി, അത് ഏത് പാർട്ടിയാണെങ്കിലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, അഴിമതിയുടെ കുത്തരങ്ങായി മാറുകയാണ്, പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ? ഭരണത്തിൻ്റെ തലപ്പത്ത് താക്കോൽ സ്ഥാനങ്ങളിലെത്തുന്ന പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം തന്നെ ഈ ഒരു പ്രക്രിയയിൽ കുറച്ചൊക്കെ സുതാര്യത വേണ്ട. ഈ പ്രക്രിയയിൽ പങ്കെടുക്കുകയും അവർ യാതൊരു രീതിയിലും ശിക്ഷിക്കപ്പെട്ടവരല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റിക്ക് നല്ലതല്ലേ? അതെ എന്നാണ് ഉത്തരം. പക്ഷേ ഇതെങ്ങനെ ഉറപ്പുവരുത്തും? രാഷ്ട്രീയ പരിഗണനകൾ ഇല്ലാതെ തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതിയാൽ കുറ്റവാളികൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ പ്രധാനപ്പെട്ട ഇലക്റ്റഡ് പൊസിഷൻസിലേക്ക് വരാതിരിക്കട്ടെ, അതിനുവേണ്ടി സതുദ്ദേശപരമായി ഉണ്ടാക്കുന്ന നിയമനിർമ്മാണമാണ് ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത്. 130ാം ഭരണഘടനാ ഭേദഗതി 2025 ഓഗസ്റ്റ് മാസം പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായി ലോക്സഭയിൽ അവതരിപ്പിച്ചു. അത് പ്രതിപക്ഷം ശക്തമായി വിയോജിപ്പ്, അതിലെ ചില പ്രൊവിഷൻസിൽ വിയോജിപ്പ്, അത് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന വിഷയങ്ങളിൽ പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ അത് കൺവിക്റ്റഡ് ആകുന്നവർക്ക് പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നു. അവർക്ക് അതുകൊണ്ട് ഈ സ്ഥാനത്തേക്കെങ്ങും വരാനാവില്ല. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഇത് രാഷ്ട്രീയപരമായ ചില വിവേചനങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സെലക്റ്റീവാണ്. ഇവിടെ നീതിപീഠത്തിൻ്റെ പോലും നിഷ്പക്ഷത ചോദ്യചിഹ്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ഒരു സന്ദേഹത്തിന്, ഈ ഒരു വിഷയത്തിൽ സ്വല്പം സാങ്കത്യമുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് അത് സബ്ജക്റ്റ് ഒരു കമ്മിറ്റിക്ക് വിട്ടു, അതൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു. അത് ദീർഘകാലം JPCയുടെ പഠനത്തിൽ ആയിരുന്നു ഈ വിഷയം. ഇപ്പോഴിതാ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. വർഷകാല സമ്മേളനങ്ങളിൽ ഈ സമ്മേളന ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നാടകീയമായി ഈ ബില്ല് വരും എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. ആ രീതിയിലുള്ള സൂചനകളെല്ലാം വന്നു കഴിഞ്ഞു. ഇത് സതുദ്ദേശപരമാണോ? അതാണല്ലോ ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഇത് സതുദ്ദേശപരമാണോ? പ്രഥമ ദൃഷ്ട്യാ അതെ, സതുദ്ദേശപരമാണ്. പക്ഷേ ഓൺ സെക്കൻഡ് തോട്ട്സ് എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥാതന്തുവിലൂടെ ഉദ്ദേശിക്കുന്നത്? 3 ചീഫ് മിനിസ്റ്റേഴ്സ് ഹു ഡോണ്ട് ബിലോങ് ടു NDA. ഒന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, 2 തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, 3 ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ഈ 3 മുഖ്യമന്ത്രിമാരും വലിയ കേസുകളിൽ പെട്ടിട്ടുള്ളവരാണ്. അവരിപ്പോൾ മുഖ്യമന്ത്രിമാരാണ്, പക്ഷേ അവർ കേസുകളിൽ പെട്ട് ഊരാക്കുടുക്കൽ നിൽക്കുന്നവരാണ്, അവർ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അവരുടെ കേസ് ഒന്ന് മുറുകുകയും ഈ നിയമത്തിൻ്റെ ഒരു പ്രാബല്യം വരികയും ചെയ്താൽ ഇവർ അതത് സംസ്ഥാനങ്ങളുടെ ഭരണക്കസേരയിൽ നിന്നും തെറിക്കും. ഇതാണോ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ആഗ്രഹിക്കുന്നത്? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു 4 തലങ്ങളിൽ ഒരു സ്ക്വീസ് ഉണ്ട് എന്ന് ഇന്നത്തെ പ്രതിപക്ഷം, അവശിഷ്ട പ്രതിപക്ഷം, എനിക്കങ്ങനെ പറയാൻ പറ്റൂ, അവശിഷ്ട പ്രതിപക്ഷം, ഇന്ത്യ മുന്നണിയിലെ അവശിഷ്ട പ്രതിപക്ഷം, അതിലെ പല കക്ഷികളെയും പിളർത്തി മാറ്റി നല്ലൊരു പങ്കിനെയും കൊണ്ട് BJP പോയി അവരുടെ NDAയുടെ ഭാഗമാക്കി മാറ്റി. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ ഈ ശരത് പവാർ, ഇന്നല്ലെങ്കിൽ നാളെ ശരത് പവാർ തന്നെ അങ്ങ് BJP സഖ്യകക്ഷിയായി NCPയെ മാറ്റിയെടുക്കും. അവരുടെ 8 MPമാരിൽ 5 പേർക്കും BJP കക്ഷിയിലേക്ക്, അല്ലെങ്കിൽ BJP മുന്നണിയിലേക്ക്, NDAയിലേക്ക് ചേരാൻ വെമ്പി നിൽക്കുകയാണ്. കോൺഗ്രസുമായി സമാന്തരമായി ചർച്ച നടത്തി സുപ്രിയ സുലെയ്ക്ക്, ശരത് പവാറിൻ്റെ മകൾക്ക്, ഒരു ഓണറബിൾ സ്ഥാനം നൽകാൻ കോൺഗ്രസ് തയ്യാറായാൽ കോൺഗ്രസിൽ നിന്നാലോ എന്ന ആലോചന വൃദ്ധനായ ശരത് പവാറിനുണ്ട്. പക്ഷേ നടക്കുന്ന ലക്ഷണമില്ല. അതും BJP പാളയത്തിലേക്കാണ്. ഉദ്ധവ് ശിവസേന കേവലം ഒരു നിഴൽ മാത്രമാണ്. അത് ഷിൻഡെ ശിവസേനയിലേക്ക്, ഉദ്ധവ് ശിവസേനയിൽ നിന്നും വൻതോതിൽ കുത്തൊഴുക്കുണ്ടാകാം, MPമാരുടെയും MLAമാരുടെയും ഒഴുക്കുണ്ടാകാം. അതിൻ്റെ കാര്യവും ഖുദാഗവ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് DMK
ഇന്ത്യ മുന്നണിയിൽ നിന്നും ഏതാണ്ട് പുറത്തായി കഴിഞ്ഞു. കോൺഗ്രസ് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് DMK മാറി നിൽക്കുന്നു. ചില നിർണായക സമയത്ത് BJPയോട് ചേരാൻ DMKക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്ത്രപരമായ ഒരു മൗനം പാലിക്കുന്നു. BJP DMKയുടെ വിട്ടുനിൽക്കൽ പ്രതീക്ഷിക്കുന്നു. നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാകാൻ പാർലമെന്റിന്റെ അധോമണ്ഡലത്തിൽ 3/2 ഭൂരിപക്ഷം വേണം. ഇപ്പോൾ അതില്ല. കേവലം 293 അംഗങ്ങൾ മാത്രമാണ് NDAക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ 20 MP എത്തിയിരിക്കുന്നു. അതുപോലെ ശിവസേനയുടെ MP വരുമെന്ന പ്രതീക്ഷയിലാണ്. NCPയുടെ MP വരുമെന്ന പ്രതീക്ഷയിലാണ്. DMKയുടെ 22 MP വിട്ടുനിൽക്കും, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം വരും എന്ന പ്രതീക്ഷയാണ്. എങ്ങനെയെങ്കിലും 3/2 ഭൂരിപക്ഷമായ 360 വോട്ടുകൾ നേടിയെടുക്കാനോ, ഇനി അത് സാധിച്ചില്ല എങ്കിൽ ചില തന്ത്രപരമായ വിട്ടുനിൽക്കലിലൂടെ ഈ 360 വേണ്ട, ഒരു 345 50 മതിയാകും എന്ന നിലയിലേക്ക് ചില DMK ഉൾപ്പെടെയുള്ള ചില കക്ഷികളെ തള്ളിക്കളഞ്ഞ്, അല്ലെങ്കിൽ അവരെ വരാതെ, ആ മീറ്റിങ്ങിൽ തന്നെ വരാതെ വിട്ടു നിന്നുകൊണ്ട് BJPയെ സഹായിക്കും. അങ്ങനെ തങ്ങൾ ആഗ്രഹിക്കുന്ന 2 ഭേദഗതികൾ ഇതെന്തൊക്കെയാണ്? 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടത്താൻ സാധിക്കുമോ? ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയതേ ഉള്ളൂ 2026. 3 വർഷം കഴിയുമ്പോൾ കേരള സംസ്ഥാന നിയമസഭയുടെ ഉൾപ്പെടെ കാലാവധി കഴിഞ്ഞ് അത് അംഗീകാരം വേണം. 3/2 ഭൂരിപക്ഷം വേണം പാർലമെന്റ് 2 മണ്ഡലങ്ങളിലും. പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. അതെല്ലാം നേടിക്കഴിഞ്ഞ് സാധിക്കുമോ? അങ്ങനെ സംഘടനാ ബലത്തിൻ്റെയും പണത്തിൻ്റെയും വ്യവസ്ഥകളുടെയും ആനുകൂല്യത്തിൽ BJPക്ക് മുന്നോട്ട് പോകാനാവുമോ? അതാണ് ഒരു ചിന്ത. അത് മാത്രമല്ല, നിയോജക മണ്ഡലങ്ങളുടെ പുനഃസംഘടന, ഡീലിമിറ്റേഷൻ എക്സസൈസ് വനിതാ ബില്ലിന്റെ മറവിൽ കടത്തിക്കൊണ്ട് വരാനാവുമോ എന്ന ചിന്തയുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടു. ഇന്ത്യ മുന്നണി സമീപകാലത്ത് കാട്ടിയ ഏറ്റവും വലിയ ഐക്യം ഈ 3-4 മാസം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് DMK ഉൾപ്പെടെ എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്ത് തോൽപ്പിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം BJP മുന്നണിക്ക്, NDA മുന്നണിക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് ഈ ഭേദഗതി പിന്നോട്ട് പോയി. അങ്ങനെയെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനം, ലോക്സഭാ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ പിളർത്തി അടർത്തി വശീകരിച്ച് സ്വന്തം പാളയത്തിലാക്കുക വഴി കൃത്യമായ എണ്ണം ലോക്സഭയിലും രാജ്യസഭയിലും സംഘടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഒരു ഡൽഹിയിലെ പാർട്ടി, ആം ആദ്മി പാർട്ടിക്ക് 10 MP ഉള്ളതിൽ 7-8 പേര് BJP പാളയത്തിലേക്ക് വന്നു രാജ്യസഭയിൽ. അപ്പം രാജ്യസഭയിൽ ഉൾപ്പെടെ 3/2 ഭൂരിപക്ഷം ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ലോക്സഭ മാത്രമാണ് കടമ. ഇപ്പോഴത്തെ നിലയിൽ ഏതാണ്ട് 323 പേരുടെ വരെ പിന്തുണയായി. ഇനിയും കിടക്കുന്നു 10-40 പേരുടെ പിന്തുണ. ഇത് ലഭിക്കുമോ എന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഭേദഗതി അതുകൂടി ഉടനെ തന്നെ പരിഗണനാ വിഷയമായി വരികയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും കാരണവശാൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ NDA മുന്നണിക്കെതിരെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നോ പ്രാദേശിക കക്ഷിയിൽ നിന്നോ ഏതെങ്കിലും ഒരു നേതാവ് ഉയർന്നു വന്നാൽ നിയമപരമായി ആ വ്യക്തി 1 മാസത്തേക്കുള്ള തടവ് ശിക്ഷ അനുഭവിക്കുന്ന സാഹചര്യം ഒരുക്കിയാൽ 30 ദിവസം കഴിഞ്ഞ് 31-ാം ദിവസം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവരാരെങ്കിലും പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും നിഷ്കാസിതാവുന്ന രീതിയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കളുടെ മേൽ ഈ ഒരു വകുപ്പ് തൂങ്ങി നിൽക്കും എന്ന പരിഭവമാണ്, എന്ന ചിന്തയാണ് പ്രതിപക്ഷത്തിന്. നോക്കൂ, കോടതികളെ വരുതിയിലാക്കി എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പല ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്സും അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കോടതി തീരുമാനങ്ങൾ പലപ്പോഴും ഈ ഒരു ഭരണഘടനാപരമായി നിലനിൽക്കത്തക്ക ഒരു രീതിയിലാണോ എന്ന രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതൊന്ന്. 2, നിയമനങ്ങളിൽ, എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ വലിയ രീതിയിലുള്ള പക്ഷപാതിത്വം നടക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് പൂർണ്ണമായി ഭരണപക്ഷത്തിൻ്റെ, എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അതിൻ്റെ മറവിൽ SIR പോലെയുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പോലെയുള്ള നടപടികളിലൂടെ അർഹിക്കുന്ന വോട്ടർമാരുടെ വോട്ടവകാശം തന്നെ നിഷേധിക്കാൻ സാധിക്കുമോ എന്ന ചിന്ത. എന്തിന് പൗരത്വം പോലും, പല ആളുകളുടെയും പൗരത്വം പോലും തുലാസിലാകുമ്പോൾ തങ്ങൾക്കെതിരെ വരാൻ പോകുന്ന എല്ലാ ഘടനകളും, ഭാവിയിലാണെങ്കിൽ പോലും തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു നേതാവ് കടന്നു വരാൻ പാടില്ല.
ഏതെങ്കിലും ഒരു വിഭാഗം തങ്ങൾക്കെതിരെ നിൽക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു പാർട്ടി ഉയർന്നു വരാൻ പാടില്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനം തങ്ങൾക്കെതിരെ നിൽക്കാൻ പാടില്ല. ഒന്നൊന്നായി കീഴടക്കിക്കൊണ്ട് അശ്വമേധം തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് 30 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പദവിയിൽ ഏതെങ്കിലും കാരണവശാൽ തടവിലാകുന്ന 30 ദിവസത്തേക്ക് ശിക്ഷിക്കപ്പെടുന്നു. തടവിലാകുന്ന ഒരാൾക്ക് അംഗത്വം നഷ്ടപ്പെടുന്നു, അനുവാദം നഷ്ടപ്പെടുന്നു, രാജിവെച്ചൊഴിയേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്നത് BJP നേതാക്കൾ, BJP പിന്തുണയ്ക്കുന്ന കക്ഷികൾ നേതാക്കൾ മാത്രമായി വരില്ലേ? അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ കൾച്ചർ പ്രബലമായി വരുന്നു എന്ന് പലരും ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ്. എന്താണ് വാഷിംഗ് മെഷീൻ കൾച്ചർ? പലയാവർത്തി നമ്മൾ പല ഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ നമ്മൾ പരാമർശിച്ച വിഷയമാണ് വാഷിംഗ് മെഷീൻ. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ, ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഒറ്റ വഴിയേ ഉള്ളൂ: ED റെയ്ഡ് ഒഴിവാക്കാൻ, CBI അന്വേഷണം ഒഴിവാക്കാൻ, BJPയുമായി അങ്ങ് സഹകരിച്ച് നിൽക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം പ്രാദേശിക കക്ഷി പിളർത്തി BJP അനുകൂല കക്ഷിയാക്കി മാറ്റുക. അങ്ങനെ എല്ലാ നടപടികളിൽ നിന്നും പിന്നെ CBI തിരിഞ്ഞു നോക്കില്ല, പിന്നെ ED തിരിഞ്ഞു നോക്കില്ല, പിന്നെ കേസുകൾ പോലും ഉണ്ടാവില്ല, ലോക്കൽ പോലീസ് പോലും കേസുകൾ ചാർജ് ചെയ്യില്ല. അങ്ങനെ എല്ലാം ഭദ്രം. പ്രതിപക്ഷത്തെ ഒരു നേതാവിനും ഭദ്രമായി ഇരിക്കാനാവില്ല. DK ശിവകുമാറിൻ്റെ കേസ് നമുക്കറിയാം. എത്ര കേസിലാണ് അദ്ദേഹം പ്രതിപട്ടികയിൽ നിൽക്കുന്നത്. എല്ലാ കേസുകളും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. എന്നിട്ടും ധൈര്യമായി BJPക്കെതിരെ കർണാടകത്തിൽ മഹാമേരു പോലെ ഉറച്ചു നിൽക്കുന്ന DK പോലത്തെ ആളുകളെ കുപ്പിയിലാക്കാൻ, അവരെയും വരുതിയിലാക്കാൻ, അവരുടെ രാഷ്ട്രീയ ജീവിതവും ഒന്നുകിൽ അവരെ ഫിനിഷ് ചെയ്യുക, രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഘടനാപരമായി പുറത്താക്കുക, അല്ലെങ്കിൽ അവർക്ക് BJPയോടോ അല്ലെങ്കിൽ സഖ്യകക്ഷിയായി BJP പാളയത്തിലേക്കോ എത്താനുള്ള സാഹചര്യം ഒരുക്കുക. ഇതൊരു വിശാലമായ ഗെയിം പ്ലാൻ ആണ് എന്ന് ഇന്ത്യയിലെ അവശേഷിക്കുന്ന പ്രതിപക്ഷം ഭയക്കുന്നു. ഒരു കാര്യം കൂടി വാൽകഷ്ണമായി കൂട്ടിച്ചേർക്കട്ടെ. ശ്രീമാൻ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവ്. LOP എവിടെ? കാണാനില്ല. 17-ാം തീയതി, ജൂൺ മാസം 17-ാം തീയതി രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പബ്ലിക് അപ്പിയറൻസ്. അയോധ്യ വിഷയം കത്തി നിൽക്കുകയാണ്, ഓർക്കണം. അയോധ്യയിലെ കൊള്ള, വലിയ കൊള്ളയാണ് നടന്നത്. 7 കോടിയാണ് ഇപ്പോൾ പറയുന്നത്, പക്ഷേ 7 അല്ല 70 കോടിയിലധികം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടാവണം. ഇത് BHPയുമായിട്ടും BJPയുമായിട്ടും ഒക്കെ ബന്ധമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു കോൺഗ്രസ്സുകാരനും അതിൻ്റെ പിന്നിലില്ല. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ പാർലമെന്റ് നിശബ്ദത പാലിക്കുന്നു? എവിടെ? അദ്ദേഹം ഇല്ലല്ലോ ഇവിടെ. ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എവിടെയെന്ന് ആർക്കും അറിയില്ല, ഒരു കോൺഗ്രസ്സുകാർക്കും അറിയില്ല. അപ്പം നിർണായക സമയത്തെ ഒളിച്ചോടുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിക്ക് ഭൂഷണമാണോ? ഇവിടെ പാറ്റകൾ കൊണ്ടുപോയില്ലേ? നീറ്റ് വിവാദം, മറ്റ് വിവാദം, പരീക്ഷാ നടത്തിപ്പിലെ നെറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ആകെ തെറ്റുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസിൻ്റെ സ്വരം, ഇന്ത്യ മുന്നണിയുടെ സ്വരം ദുർബലമായപ്പോൾ പാറ്റകൾ വേണ്ടി വന്നില്ലേ? അവരും ഘടനാപരമായി മുന്നോട്ട് പോകാൻ ആവാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ആരാണ് പ്രതിപക്ഷം? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭേദഗതികൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ 30 ദിവസത്തെ കാലാവധിക്ക് ശേഷം മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികളുമായി ഭരണപക്ഷം കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അരുത് കാട്ടാള എന്ന് പറയാനുള്ള നേതൃത്വം ഇന്ത്യ മുന്നണിക്കും ഇപ്പോഴുണ്ടോ? കൺസിസ്റ്റന്റ് ലീഡർഷിപ്പ് ഉണ്ടോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഒരു അന്തരാള അവസ്ഥയിലാണ് ഇന്ത്യൻ ജനാധിപത്യ. ലോകത്തെ ഏറ്റവും വലിയ, എണ്ണം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്. പക്ഷേ ആ ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റി ചോദ്യചിഹ്നമായി വരുന്നു. അതുകൊണ്ട് ഘടനാപരമായി എതിർക്കേണ്ട പ്രതിപക്ഷത്തിൻ്റെ കൈകൾ കൂച്ചുവിലങ്ങിടപ്പെടുന്നു. കുതിറിമാറാൻ ശേഷിയുള്ള ആളുകൾ അവരെ പോലും വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, മുന്നിൽ നിന്ന് നയിക്കേണ്ട പടനായകൻ നിർണായക സമയത്ത് പടക്കളത്തിന് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ, ഇന്ത്യയുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അതൊരിക്കലും നല്ലതല്ല. ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. ഭരണഘടനാ അനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസിയിൽ അധിഷ്ഠിതമായ ഒരു ക്രമം മുന്നോട്ട് പോകണം. അതാണ് ഇന്ത്യയുടെ ചാരുത, അതാണ് ഇന്ത്യയുടെ അന്തസ്സ്, അതാണ് ബഹുല സമൂഹമായ ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ അത്താണിയാണ് ഭരണഘടന. അത് സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ. അത് ഭരണപക്ഷം മാത്രം വിചാരിച്ചാൽ സംരക്ഷിക്കപ്പെടില്ല. പ്രതിപക്ഷത്തിൻ്റെ ജാഗ്രതാപൂർവമായ ഒരു റോൾ അവിടെയുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിപ്പോൾ വേണ്ട രീതിയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നന്ദി.